അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ളവരെ, 17-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം കോഴിക്കോട് ഒരു വലിയ സൂഫി പണ്ഡിതൻ കപ്പലിറങ്ങി. ജനം അദ്ദേഹത്തെ മുഹമ്മദ് കോയ എന്ന് വിളിച്ചു. അദ്ദേഹത്തെ ജനം അതിരറ്റു സ്നേഹിച്ചു. അദ്ദേഹത്തിന്റെ മകൻ അബൂബക്കർ, അവരുടെ മകൻ കോയക്കുട്ടി, എല്ലാവരും പണ്ഡിതന്മാർ, നേതാക്കൾ. കോയക്കുട്ടിക്ക് 7 ആൺമക്കളും 2 പെൺമക്കളും പിറന്നു. അവരിൽ മൂത്തവന് അറബികളുടെ ശൈലി അനുസരിച്ച് പിതാമഹന്റെ പേര് തന്നെ നൽകി, അബൂബക്കർ. ഉമർ ഖാദിയും സൈനുദ്ദീൻ മഖ്ദൂമും പാണക്കാട് തങ്ങളുമൊക്കെ പെറ്റുവിന് കേരളത്തിന്റെ മണ്ണിൽ ഒരു മഹാൻ കൂടി ഉദയം ഉദിക്കുകയായിരുന്നു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ 1333 ഹിജ്റ 1333 ഭൂജാതനായി. ചെറുപ്രായത്തിൽ തന്നെ വളരെയധികം ബുദ്ധിവൈഭവം കൊണ്ട് അദ്ദേഹം കാഴ്ചക്കാരെ അമ്പരപ്പിക്കുകയുണ്ടായി. പ്രാഥമിക അധ്യാപനം പിതാവിൽ നിന്ന് നേടുകയും 7-ാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്തു. പഠിച്ചിരുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയതുകൊണ്ട് തന്നെ 7-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് തന്നെ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ വളരെയധികം നൈപുണ്യം നേടുകയുണ്ടായി. തന്റെ മകന്റെ റൂം ഒരിക്കൽ സന്ദർശിച്ച കോയക്കുട്ടി ഉസ്താദ് കണ്ടത് വലിയ വലിയ പ്രഗത്ഭരുടെ ഇംഗ്ലീഷ് പുസ്തകമായിരുന്നു. ഇത് കണ്ട പിതാവ് ഒരു നേരം സന്തോഷിക്കുകയും പിന്നീട് തന്റെ മകനെ ഇസ്ലാമിന്റെ വൈജ്ഞാനിക തീരത്തേക്ക് അയക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയുണ്ടായി. പിതാവിന്റെ തീരുമാനം ഷെയ്ഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ നിറവേറ്റുകയുണ്ടായി. 1929-30 കാലയളവിൽ അദ്ദേഹം ദർസ് പഠനാലയത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തും ഉണ്ടായ പ്രഗത്ഭരായ പല ഉസ്താദുമാരും, അതായത് കുത്തുബി മുഹമ്മദ് ഉസ്താദ്, കണ്യത്ത് ഉസ്താദ് തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു അസീസ് കിതാബ് ഓതുകയുണ്ടായി. 1937 അദ്ദേഹം വെല്ലൂർ ബാക്കിയാത്തിലേക്ക് ഉപരിപഠനാർത്ഥം പോവുകയുണ്ടായ സംഭവം നമുക്കേവർക്കും സുപരിചിതമാണല്ലോ. എന്നിരുന്നാലും വെല്ലൂർ ബാക്കിയാത്തിൽ ഏത് പരീക്ഷയിലും അദ്ദേഹം തന്നെ ഒന്നാമനായത് അവിടുത്തെ സ്റ്റാഫിനെയും ഉസ്താദുമാരെയും അമ്പരിപ്പിക്കുകയുണ്ടായി. 1940 അദ്ദേഹം ഉപരിപഠനം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ മടങ്ങാനിരിക്കെ അദ്ദേഹത്തോട് അവിടുത്തെ ഉസ്താദുമാർ അവിടുത്തെ പ്രൊഫസറാവാൻ, മുഫ്തിയാവാൻ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം അവിടുത്തെ മുഫ്തിയാവുകയുണ്ടായി. 1948 അദ്ദേഹത്തിന് വസൂരി രോഗം പിടിക്കപ്പെട്ടത് കാരണം കേരളത്തിലേക്ക് മടങ്ങുകയും പിന്നീട് ആ രോഗം പൂർണ്ണമായി പരിപൂർണമാവുകയാണ് ഉണ്ടായിരുന്നത്. 1950 സമസ്ത കേരളയുടെ 18-ാം വാർഷികം വളാഞ്ചേരിയിൽ നടന്ന 18-ാം വാർഷികത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം കാദ്യാനികൾക്കെതിരെയും വിധേയികൾക്കെതിരെയും വളരെയധികം തുറന്ന യുദ്ധം തന്നെ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. മർഹൂം പറവണ്ണ ഉസ്താദിന്റെ ഒഴിവിലേക്ക് അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറി പദവിയിലേക്ക് മരണം വരെ തുടരുന്ന അവസ്ഥയിൽ കടക്കുകയുണ്ടായി. എന്തിനേറെ പറയണം, സമസ്തയുടെ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം വളരെയധികം വിധേയികൾക്കെതിരെയും കാദ്യാനിസ്റ്റുകൾക്കെതിരെയും മിഷണറി പ്രവർത്തനത്തിനെതിരെയും വളരെയധികം എതിരെ മുന്നിട്ടിറങ്ങുന്ന സംഭവവികാസങ്ങൾ കേരള ജനത കണ്ടതാണ്. കുറ്റ്യാടിയിൽ നടന്നതും വടകരയിൽ നടന്നതുമൊക്കെ കേരള ജനത മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതും ഓരോ മഹലിലും സജീവ ചർച്ചയ്ക്കിടയാക്കിയ സംഭവങ്ങളാണ്. മലപ്പുറത്ത് നടന്ന മിഷണറി പ്രവർത്തനത്തിനെതിരെ ഒരു കൈയിൽ സുരാനി ബൈബിളും മറുകയിൽ വിശുദ്ധ ഖുർആനും എടുത്ത് ക്രൈസ്തവർക്കെതിരെ സംവാദം നടത്തിയത് വളരെയധികം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കറാമത്തുകളിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ പേർക്ക് അദ്ദേഹത്തിന്റെ കറാമത്തുകളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ മക്ബറയുടെ അടുക്ക് പോയി ദുആ ഇരുന്നിട്ട് അതിന് ഉത്തരം ലഭിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ കൂടുതലാണ്. എന്നാലും തളിപ്പറം അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കളിയാക്കിയ ഒരാൾക്ക് മോശം മരണ പര്യവസാനം നമ്മൾ കണ്ടതാണല്ലോ. ഈ ലോകത്ത് നിന്ന് അദ്ദേഹം 1414 ഹിജ്റ വർഷം ക്രിസ്തബ്ദം 1996 ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം ഈ ലോകത്തിന് വിട പറയുകയുണ്ടായി. ആ മഹാനുഭാവന്റെ കൂടെ നാഥൻ നമ്മെ ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.